CJP ഇടത് സമരത്തെ ഭരണകൂടം ഭയക്കുന്നതെന്തിന്? ഭരണകൂടത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ കൃത്യമായി സമരം ചെയ്യുന്നവർ സമാധാന മാർഗത്തിലാണ് നീങ്ങുന്നത്. കൂടുതൽ യുവത, കൂടുതൽ ജനത ഇതിന് പിന്തുണയുമായി ജനതതി അടക്കം അവിടേക്ക് ഒഴുകിയെത്തുന്നു. കൂടുതൽ താരങ്ങളടക്കമുള്ളവർ, കക്ഷി രാഷ്ട്രീയത്തിന് പുറത്തുള്ളവർ കൂടി അതിന് പിന്തുണയുമായി രംഗത്തെത്തുന്നു. മോഹൻലാലിൻ്റെ മകൾ വിസ്മയ അടക്കം പിന്തുണ നൽകിയവരുണ്ട്. ടൊവിനോ, പ്രകാശ് രാജ് അടക്കമുള്ളവർ. പ്രകാശ് രാജ് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ നേരിട്ടെത്തി പിന്തുണ അറിയിച്ചതാണ്. ഇങ്ങനെ കൂടുതൽ മാനങ്ങളിലേക്ക് ഈ പ്രതിഷേധത്തിന് പിന്തുണ വർദ്ധിക്കുന്നു. മാത്രമല്ല, ജനാധിപത്യപരമായ സമരത്തോടുള്ള മോദിയുടെ സമീപനം ശരിയോ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ജനങ്ങൾ ചോദിക്കുന്നത്. ഇത് പീപ്പിൾസ് ക്വസ്റ്റ്യനും ഉയർത്തുന്നതാണ്. കൂടുതൽ താരങ്ങളടക്കം സമരത്തിന് പിന്തുണയുമായി രംഗത്തെത്തുന്നു. ജനങ്ങൾ ചോദിക്കുന്നു, സമരത്തോടുള്ള മോദി സമീപനം ജനാധിപത്യപരമോ? CJP പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് സാംസ്കാരിക ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ രംഗത്തെത്തുന്നു. മോദി ഭയപ്പെടുകയാണ്, ഭയപ്പെടുന്നൊരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, ഒന്ന് സമരം, പാർലമെന്റിനുള്ളിൽ വലിയ പ്രതിഷേധം, സമരത്തിന് പിന്തുണയേറുന്നു. ഇപ്പോൾ ജനം ചോദിക്കുന്ന ഏറ്റവും കാതലായ ചോദ്യം, ഇത്രയേറെ കുട്ടികൾ മരിച്ചു വീണ, ഇത്രയേറെ കെടുകാര്യസ്ഥതയുടെ അപ്പോസ്തലന്മാരായ ഭരണകൂടത്തിൻ്റെ വലിയ വീഴ്ചയ്ക്കെതിരെ സമാധാനപരമായി സമരം ചെയ്യുന്നവർക്കെതിരായ ഇത്തരം ജനാധിപത്യ വിരുദ്ധ സമീപനം ശരിയോ? ഇങ്ങനെയാണോ ജനാധിപത്യ സമരത്തെ ഒരു ജനാധിപത്യ ഭരണകൂടം നേരിടേണ്ടത് എന്ന ചോദ്യമാണ് ജനങ്ങൾ ചോദിക്കുന്നത്. വിഷ്ണു തലവൂർ. അത്തരത്തിലൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് വരുന്നത്. കാരണം ഈ പ്രതിഷേധിക്കുന്നത് ഈ രാജ്യത്തെ വിദ്യാർത്ഥികളാണ്. 18ഉം 25ഉം വയസ്സൊക്കെയുള്ള രാജ്യത്തെ വിദ്യാർത്ഥികളാണ്. വലിയൊരു പ്രതിഷേധം, അതും ചോദ്യപേപ്പർ ചോർച്ച, ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിക്ക് വേണ്ടിയുള്ള ഒരു സമരം, അത്തരമൊരു പോരാട്ടം നടത്തുന്ന വിദ്യാർത്ഥികളെയാണ് വലിയ തോതിൽ അടിച്ചമർത്താനുള്ള നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, ദില്ലി പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടായത്. അതിൽ കഴിഞ്ഞ ദിവസം നടന്ന പാർലമെൻറ്റ് മാർച്ചിൽ നമ്മൾ കണ്ടതാണ് ഏത് തലത്തിലാണ് ഈ രാജ്യത്തെ യുവതലമുറയെ കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ നേരിടുന്നത് എന്ന അതിക്രൂരമായിട്ടുള്ള മർദ്ദനത്തിനാണ് ഈ വിദ്യാർത്ഥികളൊക്കെ തന്നെ ഇരകളാകേണ്ടി വന്നത്. പലരുടെയും നില ഗുരുതരമായി തുടരുന്ന സാഹചര്യമുണ്ട്. നിരവധി വിദ്യാർത്ഥികളുടെ കൈ ഒടിഞ്ഞിട്ടുണ്ട്, കാലൊടിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഈ പോലീസ് മർദ്ദനത്തിനാണ്. അത്തരത്തിൽ വലിയ ഗുരുതര പരിക്കുകൾ ഇവർക്ക് ഏൽക്കേണ്ടി വരുന്നത്. അതോടൊപ്പം തന്നെ ഉയരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരെ വലിയ തോതിൽ അക്രമം അഴിച്ചുവിടുമ്പോൾ ഈ പോലീസ് വേഷം ധരിച്ചെത്തിയ പലരും പോലീസുകാരല്ല എന്ന വലിയ ആക്ഷേപം ഉയർന്നു വരുന്നുണ്ട്. കാരണം പലരും സിവിൽ ഡ്രസ്സിൽ ലാത്തി ചാർജ് നടത്തുന്നവരുടെ കൂട്ടത്തിൽ നിരവധി ആളുകളെ കണ്ടിരുന്നു. പോലീസ് വേഷത്തിലല്ലാതെ നിരവധി ആളുകൾ വിദ്യാർത്ഥികളെ പോലീസ് ലാത്തി കൊണ്ട് തല്ലിച്ചതയ്ക്കുന്നത് നമ്മൾ നിരവധി അത്തരം കാര്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല ആളുകളും യൂണിഫോം ഉണ്ടെങ്കിലും അവർക്ക് ബാഡ്ജില്ല, അവരുടെ നെയിം പ്ലേറ്റ്, അവരുടെ പേര് മറച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ പേര് പോലുമില്ലാത്ത, നെയിം ബാഡ്ജ് പോലുമില്ലാത്ത യൂണിഫോം ധരിച്ച ആളുകളൊക്കെ തന്നെ ഈ വിദ്യാർത്ഥികളെ അത് ക്രൂരമായി മർദ്ദിക്കും. അതാണ് കാരണം വിദ്യാർത്ഥികളെ ഡൽഹി പോലീസ് ഭരണകൂടത്തിന്റെ മർദ്ദനോപകരണമായി ദില്ലി പോലീസ് മാറുന്നു. മാത്രമല്ല, ഇത്തരത്തിൽ സംഘപരിവാർ എന്ന് സംശയിക്കാവുന്ന എല്ലാ ഘടകങ്ങളും വേഷം മാറി സമരത്തിനുള്ളിലെത്തി സമരക്കാരെ മർദ്ദിക്കുന്ന ഏറ്റവും വലിയ ഇല്ലീഗൽ പ്രവൃത്തി അതും കണ്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പോൾ ഇതൊക്കെ സംഘപരിവാറിന്റെ രീതികളാണ്.